മറഞ്ഞുപോയ കാലത്തിന്റെ ദീപ്തമായ ഓർമ്മകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. കഥകളി വിളക്ക് പോലെ തെളിഞ്ഞു കത്തി നമുക്ക് പ്രകാശം പകർന്ന ജീവിതങ്ങളെ സ്മരിക്കാം. ഒരു ഭാവഗീതം പോലെ മലയാളിയുടെ സാഹിത്യ പരിസരങ്ങളിൽ നിറഞ്ഞ സാന്നിധ്യമായിരുന്ന മഹാകവിയുടെ ജീവിതത്തിലേക്ക്, ഓർമ്മകളിലേക്ക്. കൊല്ലവർഷം 1048 മേടം 1-ാം തീയതി ചിത്രപൗർണമി നാളിലാണ് തൊമ്മൻവിളാകത്ത് വീട്ടിൽ കുമാരു ജനിച്ചത്. അച്ഛൻ നാരായണൻ, അമ്മ കാളിയമ്മ. ഏഴാം വയസ്സിലാണ് സമീപത്തുള്ള നാട്ടുപള്ളിക്കൂടത്തിൽ കുമാരൻ വിദ്യാഭ്യാസം ആരംഭിച്ചത്. കുട്ടിക്കാലത്ത് തന്നെ വായനാശീലം അദ്ദേഹം വളർത്തിയെടുത്തിരുന്നു. കവിതയോട് പ്രത്യേകമായ ഒരിഷ്ടം കുമാരുവിനുണ്ടായിരുന്നു. വായിച്ചു തുടങ്ങിയാൽ മറ്റുള്ളതെല്ലാം മറന്നുപോകും. കുമാരനാശാന് 18 വയസ്സായപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛന്റെ അഭ്യർത്ഥന പ്രകാരം ശ്രീനാരായണ ഗുരു കായിക്കരയിലെ വീട് സന്ദർശിച്ചിരുന്നു. ആശാനിലെ കവിതാവാസന തിരിച്ചറിഞ്ഞ ശ്രീനാരായണ ഗുരു കുമാരുവിനെ തന്റെയൊപ്പം വരാൻ ക്ഷണിച്ചു. ഇത് ആശാനിൽ വലിയ മാറ്റമുണ്ടാക്കി. മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവി എന്നറിയപ്പെട്ട കുമാരനാശാൻ പിൽക്കാലത്ത് ഉള്ളൂർ, വള്ളത്തോൾ എന്നിവരോടൊപ്പം കവിത്രയങ്ങളിൽ ഒരാളായി മാറി. ഇനി നമുക്ക് തോന്നക്കലുള്ള ആശാൻ സ്മാരക മന്ദിരത്തിലേക്ക് യാത്ര തുടരാം. മലയാള കവിതാ സാഹിത്യത്തിൽ നവോത്ഥാനത്തിന്റെ ശംഖധ്വനിയുമായി കടന്നുവന്ന ആധുനിക കവിത്രയത്തിലെ സ്നേഹഗായകനാണ് കുമാരനാശാൻ. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്നാണ് ആശാനെ വിശേഷിപ്പിച്ചത്. മനുഷ്യജീവിതത്തിന്റെ ആഴങ്ങളിലേക്കും സാമൂഹ്യ ജീവിത പ്രശ്നങ്ങളിലേക്കുമൊക്കെ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു ആശാൻ കവിതകൾ. ആ മനുഷ്യ മഹാസ്നേഹിയുടെ ജീവിതത്തിലേക്ക്. 1895 കുമാരുവിനെ ഗുരു ബാംഗ്ലൂരിലേക്ക് അയച്ചു. സംസ്കൃത പഠനമായിരുന്നു ലക്ഷ്യം. അവിടെ വച്ച് അദ്ദേഹം തർക്കശാസ്ത്രത്തിലും പ്രാവീണ്യം നേടി. തുടർന്ന് മദ്രാസിലും കൽക്കട്ടയിലുമായി തുടർ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. കൽക്കത്തയിൽ താമസിക്കുന്ന കാലത്ത് കുമാരനാശാൻ ഒരു വംഗദേശീയൻ എന്ന പേരിൽ ചില മലയാള പത്രങ്ങളിൽ കവിതകൾ എഴുതിയിരുന്നു. കൽക്കത്തയിലെ താമസത്തിനു ശേഷം ആശാൻ അരുവിപ്പുറത്ത് 1900 മടങ്ങിയെത്തി. 1903 SNDP യോഗം രൂപീകൃതമായപ്പോൾ ആദ്യ സെക്രട്ടറിയായി സ്ഥാനമേറ്റു. ഗുരുദേവ ദർശനങ്ങൾ പ്രചരിപ്പിക്കുക, ഈഴവരാതി അവശ സമുദായങ്ങളുടെ ഭൗതികവും ആത്മീയവുമായ പുരോഗതിക്ക് വേണ്ടി വിദ്യാഭ്യാസം, വ്യവസായം, ക്ഷേത്ര നിർമ്മാണം തുടങ്ങിയ രംഗങ്ങളിൽ പ്രവർത്തിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് സംഘടന രൂപീകൃതമായത്. 1.5 ദശാബ്ദക്കാലം ആശാൻ SNDPയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. സ്നേഹ സന്ദേശമാണ് ആശാൻ കവിതകളുടെ അന്തർഭാവമായി വർത്തിക്കുന്നത്. വലിഞ്ഞു മുറുകി നിൽക്കുന്ന വീണക്കമ്പികൾ പോലെയാണ് ഈ കവിതകൾ. വീണപൂവ് മുതൽ കരുണ വരെ നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ സാഹിത്യ സപര്യയിൽ മാനുഷിക ഭാവങ്ങളുടെ വ്യത്യസ്തവും വിവിധങ്ങളുമായ വശങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. മലയാളത്തിൽ പ്രണയകാവ്യങ്ങൾ മുട്ടിട്ടത് ARന്റെ മലയവിലാസം എന്ന കൃതിയിലൂടെയാണെങ്കിൽ അത് പൂത്ത് തളിർത്ത് വിലസിയത് 1907 പ്രസിദ്ധീകരിച്ച ആശാന്റെ വീണപൂവിലൂടെയായിരുന്നു. തുടർന്ന് ആശാന്റെ തൂലികയിലൂടെ കാവ്യവസന്തത്തിന്റെ മലർവാടി പൂത്തുലഞ്ഞു. ആ പുഷ്പമേ അധിക തുംഗപദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേ നീ, ശ്രീഭൂവിലസ്ഥിര
ശ്രീഭൂവിലസ്ഥിര അസംശയം. ആശാന്റെ കവിതകളിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു തലം വിഷാദമാണ്. മനുഷ്യജീവിതത്തെ തത്വചിന്താപരമായി വീക്ഷിച്ചതുകൊണ്ടായിരിക്കണം കവിതകളിൽ വിഷാദത്തിന്റെ അംശം കടന്നു വന്നത്. 1911 പ്രസിദ്ധീകരിച്ച നളിനി സാഹിത്യലോകത്ത് ചർച്ചയായി. ജീവിതത്തിലെ നൈമിഷിക സുഖങ്ങൾ വലിച്ചെറിഞ്ഞ് ദിവാകരൻ പോകുമ്പോഴും നളിനിയിലൂടെ ലൗകിക ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള അഭിവാഞ്ച ഇവിടെ കാണാം. നളിനിയിലെ ദിവാകരൻ ആശാൻ തന്നെയാണെന്ന് ചില വിമർശകർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ബുദ്ധദർശനങ്ങൾ ആശാനെ അളവറ്റ് സ്വാധീനിച്ചു. എഡ്വിൻ ആർണോൾഡിന്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന പുസ്തകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ശ്രീബുദ്ധചരിതം അദ്ദേഹം രചിച്ചത്. ചണ്ഡാലഭിഷുകിയിലും കരുണയിലും ബുദ്ധദർശനങ്ങൾ കടന്നുവന്നിട്ടുണ്ട്. ഒരുപക്ഷെ മലയാളത്തിലെ ആദ്യത്തെ ഫെമിനിസ്റ്റ് കവി കുമാരനാശാനായിരിക്കും. 1919 പ്രസിദ്ധീകരിച്ച ചിന്താവിഷ്ടയായ സീത എന്ന കൃതിയിലൂടെ സ്ത്രീ സ്വാതന്ത്ര്യ പ്രശ്നങ്ങൾ മലയാളത്തിൽ ആദ്യമായി ഉയർത്തി. രാമനെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തി ചോദ്യം ചെയ്യാൻ ചങ്കൂറ്റം കാണിച്ച സീതയെ ആശാൻ ഈ കാവ്യത്തിലൂടെ വാർത്തെടുത്തു. ആശാന്റെ മാസ്റ്റർ പീസായി ചിലർ കാണുന്ന കരുണ കാവ്യലോകത്തെ പുതിയ മാതൃകയായിരുന്നു. സുഖഭോഗങ്ങളുടെ ലോകം നൈമിഷികമാണ് എന്ന് കരുണയിലെ വാസവദത്തയിലൂടെയും ലോകസമാധാന ദർശനങ്ങളെ ഉപഗുപ്തനിലൂടെയും മലയാളികൾക്ക് മുന്നിൽ മനോഹരമായി അവതരിപ്പിച്ചു ആശാൻ.